ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുചിത്ര അങ്ങനെ വീഡിയോ കാണിച്ചെടുത്ത് പറയുന്നുണ്ട്, നമ്മളും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. ഭർത്താവ് അകത്തിരുന്ന് സുഖിക്കുന്നു, ഭാര്യനെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നു, അത് തന്നെ ഇപ്പം നാട്ടുകാരും പറയണത് എന്ന് പറഞ്ഞിട്ട് സുചിത്ര അകത്തേക്ക് പോവാണ്. മാഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല പ്രിയാമണി, നമ്മുടെ മക്കളുടെ വിധി ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് മതി ആ സ്വപ്നയിലേക്ക് ഉറിഞ്ഞു തുള്ളാനായിട്ട്. എനിക്കറിയാം എന്താ ഇപ്പം ചെയ്യുക, അവള് സംസാരിക്കാതെ ഒന്നും അറിയാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ് മാഷെ. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രിയാമണിയാണെങ്കിൽ, ഈശ്വര എൻ്റെ മക്കൾക്ക് മാത്രം എന്താ ഈശ്വര ഈ ഒരു വിധി തരുന്നത് എന്നൊക്കെ ആലോചിച്ച് പ്രിയാമണി അങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനെ രചനേനെയാണ്. അവർ ചിപ്പി പഠിക്കുന്ന സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ആകാശ് പറയുന്നുണ്ട്, എടോ നോക്ക്, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ചിപ്പിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഇഷിതക്കും മഹേഷിനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. തന്നെ കൊണ്ടേ അത് സാധിക്കുള്ളൂ. താൻ എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ ശ്രമിക്കാം ആകാശ്. താൻ എന്തായാലും അവളെ സ്കൂൾ വിടാൻ സമയമായല്ലോ, പോയി നോക്ക്, അവളെ കണ്ട് സംസാരിക്ക്. ശരി എന്ന് പറഞ്ഞിട്ട് രചന നേരെ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് ചിപ്പിയും അതുപോലെ തന്നെ സൂരജും ചക്കിയും കൂടി വരാന്തയിലൂടെ നടന്നു വരുവാണ്. ആ കാഴ്ച കാണുമ്പോൾ സൂരജ് പറയുന്നുണ്ട്, ചിപ്പി ദേ നോക്കിക്ക്, നിൻ്റെ മമ്മി എന്ന് പറയാണ്, നീ പോയി സംസാരിക്ക്, നിൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് രചനയുടെ അടുത്തേക്ക് പോവാട്ടോ. മോളെ ചിപ്പി എന്ന് പറയുന്നുണ്ട്. മോളെ അതെ, ആദിച്ചേട്ടൻ എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല. ആദിച്ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ മമ്മി വന്നത്? അല്ല മോളെ, ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. എന്നെന്തിനാ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ മോളെ കാണണ്ടേ? ഞാൻ നൊന്ത് പ്രസവിച്ച 2 മക്കളാ, ആദിയും നീയും. നിന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ മോളെ? എന്തൊക്കെ പറഞ്ഞാലും ഞാനാ നിൻ്റെ അമ്മ. നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനാണ്. ഒരിക്കലും ഒരു ഡാഡിക്ക് പെൺമക്കളുടെ കാര്യം പൂർണ്ണമായിട്ട് നോക്കാൻ സാധിക്കില്ല. അമ്മമാർക്കേ പെൺമക്കളുടെ കാര്യം നോക്കാൻ സാധിക്കുള്ളൂ. അതിന് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കെൻ്റെ അമ്മയുണ്ടല്ലോ എന്ന് പറയാണ് ചിപ്പി. മോളെ, അത് നിൻ്റെ രണ്ടാനമ്മ മാത്രമാണ്. മഹേഷ് വിവാഹം കഴിച്ച ഒരു ഭാര്യ മാത്രം. നിൻ്റെ അമ്മ ശരിക്കും ഞാനാണ് മോളെ. നിൻ്റെ കാര്യങ്ങൾ എന്നെപ്പോലെ നോക്കാൻ കഴിയുന്ന വേറെ ആരും ഉണ്ടാവില്ല. നാളെ ഇഷിതക്കും മഹേഷിനും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുള്ളൂ, നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. കാരണം നീ ഒരു വളർത്തുമകളാണ്. അവരുടെ കുഞ്ഞിനെ മാത്രമേ ശരിക്കും പൂർണ്ണമായിട്ട് സ്നേഹിക്കുള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഒട്ടിപ്പറ്റി നിൽക്കണത്. പക്ഷെ നാളൊരു സമയത്ത് കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ നിന്നെ തീർച്ചയായിട്ടും അവൾ വെറുക്കും, നിന്നെ അകറ്റി നിർത്തും, കാണുന്നതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെ എത്രയോ പിള്ളേർ ഒറ്റപ്പെട്ടു പോയിരിക്കണം. മോൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടിട്ടാ എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, മമ്മി പറഞ്ഞത് തെറ്റാണ്. അമ്മയും അച്ഛനും വിവാഹം കഴിച്ചു തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. വിവാഹം കഴിക്കാതെ ജീവിക്കായിരുന്നു എൻ്റെ അച്ഛൻ. ഞാൻ നിർബന്ധം പിടിച്ചിട്ടാണ് അമ്മേനെ വിവാഹം കഴിച്ചത്. അമ്മയെ അങ്ങനെ തന്നെയാണ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഡാഡീനെ വിവാഹം കഴിച്ചത്. അവർക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് 2 പേരും ഒന്നായത് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് രചന പറയുന്നുണ്ട്, മോളെ ചിപ്പി, നീ ആദിയേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആദിയേട്ടൻ എന്താ ഇങ്ങനെ ആയത് നീ ആലോചിക്കുന്നുണ്ടോ? പിള്ളേരായിട്ട് എന്തിനാ വഴക്ക് പിടിക്കണമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആദിയേട്ടൻ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. വീട്ടിൽ വന്ന ഏതോ നിൻ്റെ കാര്യങ്ങൾ മാത്രമേ ആദ്യമായിട്ട് സംസാരിക്കാറുള്ളൂ. ചിപ്പി നമ്മുടെ വീട്ടിലേക്ക് വരുമോ? ചിപ്പി എന്താ വരാത്തത്? ചിപ്പി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചിപ്പി ഉണ്ടെങ്കിൽ ഞാൻ നല്ല കുട്ടിയായാനെ, ആരുടെ വഴക്ക് പിടിക്കില്ല, ഒന്നിനും പോകില്ല, നന്നായിട്ട് പഠിച്ചാനേ എന്നൊക്കെ പറയാ അവൻ എന്ന് പറഞ്ഞു. മോളെ, നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നൂടെ? ആദ്യചേട്ടൻ്റെ കൂടെ നിനക്ക് നിൽക്കാലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം നല്ല കുട്ടിയാവും മോളെ. നീയും കൂടി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചിപ്പി രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയട്ടെ, വിഷമിക്കരുത്. ദേ ഇവരോടൊക്കെ ചോദിച്ചു നോക്ക്, ആദിച്ചേട്ടൻ എന്തിനാ മറ്റുള്ളവർ വഴക്ക് ഉണ്ടാക്കണേന്ന്, ആദിച്ചേട്ടൻ എന്താ ഇങ്ങനെ അലമ്പായി പോണെന്ന് ഇവരോട് ചോദിച്ചു നോക്ക്. അത് പിള്ളേരൊക്കെ ആദിച്ചേട്ടനെ നോക്കി കളിയാക്കുന്നത് കൊണ്ടാണ്. ആദിച്ചേട്ടൻ 2 ഡാഡിമാരുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കൊണ്ടിട്ടാണ്. ഞാനിപ്പോൾ മമ്മിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നാളെ എന്നെയും കളിയാക്കും പിള്ളേർ. എനിക്ക് 2 ഡാഡി ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. മമ്മി ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രചനക്ക് അത് കേൾക്കുമ്പോൾ ഷോക്കാവാട്ടോ. രചന കരയുമ്പോൾ ചിപ്പി കണ്ണ് തുറച്ചെടുക്കുക, ഞാൻ വരില്ലേ മമ്മി, ആൾക്കാരെന്നോട് 2 ഡാഡിമാരെ എന്ന് പറഞ്ഞ് കളിയാക്കണ കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അതും പണ്ട് അവിടെ അങ്ങോട്ട് പോവാട്ടോ. രചന ആകെ ഷോക്ക് അടിച്ച പോലെ അവിടെ തന്നെ കണ്ണീരൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചോദിക്കാണ്ടോ, ഒരു ഇത്തിരി പോകുന്ന പെൺകുട്ടിനെ ഒന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് തനിക്ക് കൂടെ കൂട്ടാൻ പറ്റിയില്ലല്ലോ അല്ലേടോ? അവളെ ഇത്തിരി പോകുന്ന പെൺകുട്ടിയൊന്നും അല്ല. അവളുടെ വായിന്ന് വരുന്ന വാക്കുകളെ കേട്ട ആകാശം ഞെട്ടിപ്പോവും. ആ രീതിയിലാണ് മഹേഷും ഇഷിതയും അവളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രചന കാറിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ പിന്നാലെ തന്നെ ആകാശം പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സ്വപ്നവല്ലിനെയാണ് കേട്ടോ.
അയ്യോ രാമ, അയ്യോ അയ്യോ, എന്താ എന്താ സ്വപ്നവല്ലി? അപ്പോൾ രാമനൊന്നും കണ്ടില്ലേ? ഞാൻ വെച്ചാൽ രാമൻ കണ്ടിട്ട് നാണക്കേട് കൊണ്ട് ഇവിടെ വന്നിരിക്കുകയെന്നാണ് വിചാരിച്ചത്. നാണക്കേട് കൊണ്ടോ? സ്വപ്നം എന്തൊക്കെയാണ് പറയണത്? കാര്യം പറ. നമ്മുടെ മാനം പോയി രാമ, നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോയി. ഇനി നമ്മുടെ മോൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? വെറുതെ അല്ല അവൻ വന്ന പാടെ റൂം അടച്ച് അകത്തിരിക്കണത്. അവളുണ്ടല്ലോ, ആ മാഷിൻ്റെ മകൾ, അവൾ നമ്മുടെ മോനെ നാണം കെടുത്തി രാമ എന്ന് പറയാണ്. എന്താ എന്താ സ്വപ്നം? ഇത് കണ്ടു നോക്ക് എന്ന് പറയട്ടെ ആ ഫോൺ കൊടുക്കുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ രാമനാഥൻ പറയണ്ട, ആഹാ കൊള്ളാലോ, ഇഷിത് ഒറ്റക്ക് ടയർ മാറ്റിയോ, മിടുക്കി എൻ്റെ രാമ, ആ വീഡിയോ ഫുള്ളും ഒന്ന് കാണ് എന്ന് പറയാണ്. അങ്ങനെ ഫുള്ളും കാണുമ്പോഴേക്കും ഇതെന്തിനാ അവൻ അകത്ത് കയറിയിരിക്കുന്നത്? അവന് സഹായിച്ചു കൊടുത്തൂടെ? അവൻ അകത്ത് കയറിയിരുന്നോണ്ടല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത്. എൻ്റെ രാമൻ അതാണോ പ്രശ്നം? അവൾ കാണണേ നമ്മുടെ മോനെ നാണം കെട്ടത്. 303 ആ പുള്ളിക്കാരനോട് പറയണേ, മഹേഷ് ഇപ്പോൾ എയറിലാണല്ലോ എന്ന്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടത്. നമ്മുടെ മോന് നാണക്കേടായി. നമ്മുടെ മോന് വെറുമൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനും അവൾ ടയർ മാറ്റിയിട്ടെന്ന ജാൻസി റാണിയായി. അവളുടെ വീരകൃത്യങ്ങൾ അഭിമാനിക്കുക സോഷ്യൽ മീഡിയക്കാർ. അവനെയാണെങ്കിൽ ഒരു പഴംപുഴുങ്ങിനെ പോലെ കാണുക. രാമനിതൊന്നും കാണണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ അവനോട് ചോദിക്കേ, എടാ മഹേഷ് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് സ്വപ്നവേൽ വിളിക്കുകയാണ്. എന്താമേ? എടാ നീ ഇത് കണ്ടായിരുന്നോ? അമ്മ കണ്ടില്ലേ, പിന്നെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേ ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നല്ലോ. എടി ഇത് കണ്ടോ നീ എന്തിനാണ് എൻ്റെ മോർണിംഗിനെ നാണം കെടുത്തിയത്? അമ്മേ, ഇത് എനിക്കറിയില്ലായിരുന്നു. ഞാനും മഹേഷും കൂടി ടയർ പഞ്ചറായപ്പോൾ മഹേഷാണ് ടയർ മാറ്റിയിട്ടത്. കൈയൊന്ന് ചതഞ്ഞപ്പോൾ ബാൻഡേജ് ഇടാൻ വേണ്ടി അകത്ത് കയറിയതാണ്. ആ സമയത്ത് ഇയാൾ വീഡിയോ എടുക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. അയാളതൊന്നും കേൾക്കുന്നുണ്ടായില്ല. അയാൾ ആ മൊബൈലായിട്ട് മഹേഷിൻ്റെ അടുത്ത് പോയത് ഞാൻ കണ്ടുമില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, മോള് പറഞ്ഞെങ്കിൽ അത് സത്യമായിരിക്കും സ്വപ്നവല്ലി എന്ന് പറയാണ്. മോള് നോക്ക്, ആകെ നാണക്കേടായിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്ന മഹേഷാണ് ഇത്ര നേരത്തെ പണി ചെയ്തതെന്ന്? അത് ഞാൻ കണ്ടില്ലമ്മേ. അവൻ ഫോണായിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതാ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ മഹേഷ് അകത്ത് കയറി പോവുകയാണ്. ഇഷിതയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. സ്വപ്നയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അവൾ മനഃപൂർവ്വം ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ രാമനാഥൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പോവാണ്. പിന്നീട് കാണിക്കണത് ആ കിരണിനെയാണ്. കിരൺ എന്ന് പറഞ്ഞത് നമ്മുടെ ആദ്യം മൂക്കടിച്ച് പരുത്തിയ ആ ചെക്കനുണ്ടല്ലോ, ആ ചെക്കൻ്റെ പേരായിട്ട് കിരൺ. അവൻ അങ്ങനെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ അവൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. നിൻ്റെ മൂക്കിന് വലിയ കുഴപ്പമൊന്നുമില്ല കിരണ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ അവനെ എൻ്റെ കൈ കിട്ടെ, അവനെ ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയെ ക്ഷമിച്ചത് കൊണ്ട് അവനിവിടെ ഇപ്പോഴും പഠിക്കണത്, അല്ലെങ്കിൽ അവനിവിടെ പഠിക്കില്ലായിരുന്നു. ഇതോടുകൂടി ആ ശല്യം അങ്ങോട്ട് തീർന്നാനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ചിപ്പി ഇങ്ങനെ നടന്നു വരും കേട്ടോ. ചിപ്പിനെ കാണുമ്പോൾ കിരണിൻ്റെ കൂട്ടുകാരൻ പറയണ്ടേ, എടാ നോക്കിക്കേടാ, ആദ്യയുടെ അനിയത്തിയിലിടാ വരുന്നത്, നിനക്കവളുടെ ചെറിയൊരു ക്രഷൊക്കെ ഉണ്ടല്ലോ. അതെ എന്നാ കിരൺ പറയാണ്. ഹായ് ചിപ്പി. ഹായ് കിരൺ ചേട്ടാ. കിരൺ ചേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കെതിരെ നിന്നോട് ദേഷ്യം? നിന്റെ ചേട്ടനല്ല എൻ്റെ മൂക്കടിച്ച് പരുത്തിയത്, നീ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ ഞാനെതിരാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? അത് കിരൺ ചേട്ടാ, ഞാൻ കിരൺ ചേട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നീ പറഞ്ഞു ചിപ്പി. അത് ആദിചേട്ടൻ ഇങ്ങനെയൊക്കെ ആയതിനെ കാരണം ആദിചേട്ടൻ ഒറ്റപ്പെടുന്നത് കൊണ്ടിട്ടാ. ആ മമ്മിയുടെ കൂടെ ആദിചേട്ടൻ നിൽക്കുന്നത്. മമ്മിയുടെ കൂടെ നിൽക്കുന്ന ആദിചേട്ടന് ആകെ ഒരു ഡാഡിയേ ഉള്ളൂ. എനിക്കും ആദിചേട്ടനും ഒരു ഡാഡിയേ ഉള്ളൂ, മഹേഷ് ചന്ദ്രൻ എന്ന് പറയാണ്. പക്ഷേ നിന്റെ മമ്മിയുടെ കൂടെ ഒരാൾ കൂടി നടക്കുന്നുണ്ടല്ലോ, പിന്നെ അതാരാ? അത് മമ്മിയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് മാത്രം. ഒരാൾക്ക് ഒരു ഡാഡി ഉണ്ടാവുള്ളൂ. എൻ്റെ ആദിച്ചേട്ടൻ്റെ ഡാഡി എൻ്റെ ഡാഡി തന്നെയാണ് എന്നിങ്ങനെ പറയാണ്. ഇനി അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കല്ലേ. അതുകൊണ്ടല്ലേ ആദിച്ചേട്ടൻ്റെ ദേഷ്യം വന്നത്. കിരൺ ചേട്ടൻ അറിയാവോ ആദിച്ചേട്ടൻ്റെ മമ്മിയുടെ വീട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണെന്ന്? ആദിച്ചേട്ടൻ ചില സമയത്ത് ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാറില്ല. നിങ്ങളെപ്പോലത്തെ ഒരു കുട്ടിയല്ലേ ആദിച്ചേട്ടനും. കിരൺ ചേട്ടൻ ആദിച്ചേട്ടനോട് ക്ഷമിക്കാൻ പറ്റുമോ? കിരൺ ചേട്ടനെ കൂടെ കൂട്ടാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ആദിച്ചേട്ടൻ നന്നാവും. ആദിച്ചേട്ടനെ കൂട്ടാറില്ലാത്തത് കൊണ്ട് ആദിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ആവണത്. കിരൺ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യേട്ടനെ ആക്കാവോ? അങ്ങനെയാണെങ്കിൽ ആദ്യേട്ടൻ ഇങ്ങനെയൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ സോറി ചിപ്പി, അത് മാത്രം നടക്കില്ല. ആദ്യം അന്ന് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയപ്പോൾ മിസ്സുമാർ പോലും പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ എന്ന്. അവൻ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ്. കിരൺ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക? ശരി, കിരണേട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് പോവാണ്. ചിപ്പി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കിരണിൻ്റെ കൂട്ടുകാരൻ പറയണ്ടേ, എടാ മണ്ട, നീ എന്ത് പണിയാണ് കാണിച്ചത്? അവളെ സെറ്റാക്കാൻ പറ്റിയ നല്ലൊരു അവസരം നീ കാണുന്നത്. അവളൊരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് സാധിച്ചു കൊടുത്തുകൂടായിരുന്നു നിനക്ക്? അവളുടെ ചേട്ടനെ ഞാൻ ഫ്രണ്ടാക്കാനോ? ബെസ്റ്റ് ഫ്രണ്ട്? അവളുടെ ചേട്ടൻ എനിക്കൊന്നും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വേണ്ട. എടാ അവളുടെ മുമ്പിൽ നല്ല സ്റ്റാർ ആവാനും നിനക്ക് ആ അവസരം എന്നൊക്കെ കളഞ്ഞത് മരമണ്ടൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ അവിടെ നിന്ന് പോവാണ്. കിരണം നല്ലൊരു അവസരമായിരുന്നല്ലോ എന്നാലോചിച്ചാൽ കിരണും അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന ചിപ്പിനെയാണ്. ചിപ്പിയുടെ കൂടെ ചക്കിയും ഉണ്ട് കേട്ടോ. ചക്കി ഇങ്ങനെ പറയുന്നുണ്ട് ചിപ്പിയെടുത്ത്, ഞാൻ പറഞ്ഞതല്ലേ ആ കിരണെന്ന് പറഞ്ഞ ചേട്ടനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്.
ആദ്യചേട്ടൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഒറ്റപ്പെട്ട് നിൽക്കണോണ്ടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് ചിപ്പി നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ കിരണിൻ്റെ കൂട്ടരെ നവീനും കൂടി വരുവാ കേട്ടോ. ആ സമയത്ത് ശക്കി പറയുന്നുണ്ട്, ദേ ചിപ്പി, ദേ നിൻ്റെ ആ കിരണേട്ടൻ വരുന്നുണ്ട്, പിന്നെ കൂടെ നവീനേട്ടനുണ്ട്. ദേ നിന്നെ എന്തെങ്കിലും വഴക്ക് പറയുകയാണെങ്കിലും നിന്നെ കളിയാക്കുകയാണെങ്കിൽ നീ കരയരുത് കേട്ടോ എന്നിങ്ങനെ പറയാണ്. കിരൺ വന്നിട്ട് പറയുന്നുണ്ട്, ഹായ് ചിപ്പി, സോറി കേട്ടോ, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് നിൻ്റെ ചേട്ടനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിപ്പി ആദ്യമായിട്ട് എടുത്തൊരു കാര്യം പറയുമ്പോൾ അത് ഞാൻ സാധിച്ചിട്ടുണ്ടേ, നിന്നോട് എനിക്ക് നോ പറയാൻ പറ്റില്ല. താങ്ക് യു കിരണേട്ടാ, നീ ആദ്യോട് പറഞ്ഞേക്ക്, എനിക്കൊരു വിരോധമില്ല, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അവനെന്ന് നീ പറഞ്ഞേക്ക്. ഓ ശരിക്കും അങ്ങനെ പറയട്ടെ, പറഞ്ഞോന്നേ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാണ്. അപ്പോഴേക്കും ചക്കി പറയുന്നുണ്ട്, ഹാവു നിനക്ക് സമാധാനമായല്ലോ, സമാധാനമായി, ഇനി ഇത് ആദ്യമായിട്ടോട് പറയണം, ഇനി ആദ്യചേട്ടൻ സമ്മതിക്കോ കിരണേട്ടനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ, എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് ചിപ്പിയും പറയാണ്. അങ്ങനെ അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ചിപ്പിയും അതുപോലെ തന്നെ ആദ്യം കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. നീ പറയുന്നുണ്ട്, ചിപ്പി നിനക്ക് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ, അപ്പം മമ്മിക്ക് എന്ത് സന്തോഷമാവും അറിയാവോ, എനിക്കും ഒരുപാട് സന്തോഷമാവും എന്ന് പറയുമ്പോൾ ചിപ്പി പറയണ്ടേ, ഇതൊക്കെ മമ്മി ചേട്ടനെ കൊണ്ട് പറയിക്കുന്നതല്ലേ, എല്ലെന്നേ, ദേ മമ്മി ഇപ്പോൾ വരും, മമ്മി നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ വീട്ടിലേക്ക് വരണേ എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് നമ്മുടെ രചന വരുവാട്ടോ. ഹായ് മോളെ, ഞാൻ മോളെ കാണാൻ വേണ്ടിട്ടാ ഓടി വന്നത് എന്ന് പറയാണ്. അതിന് ആദിച്ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ മമ്മി വന്നത്. അതെ, ആദിച്ചേട്ടനെ കൊണ്ടുപോകാൻ മാത്രമല്ല മോളും കൂടി ഞങ്ങളുടെ കൂടെ വാ മോളെ. ഇല്ല, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ അമ്മ വരും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അവൾ നിൻ്റെ അമ്മയല്ല, നിൻ്റെ ഡാഡിയുടെ രണ്ടാം ഭാര്യ മാത്രമാണ് അവളെന്ന്. നിൻ്റെ അമ്മ ഒരിക്കലും അവളാവില്ല. നിൻ്റെ അമ്മ ഞാനാ മോളെ, ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ അവൾക്ക് സാധിക്കില്ല. ദേ അവളെ നിൻ്റെ ഡാഡിനെ നാണം കെടുത്താൻ വന്നവളാ. ദേ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ എന്ന് പറഞ്ഞ് തട്ടി മാറ്റി. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് വരും കേട്ടോ. ഇഷിതനെ പോയി കെട്ടിപ്പിടിക്കാം, അമ്മേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ്, വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇഷിത വേഗം തന്നെ നമ്മുടെ ചിപ്പീനെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. എടി നീ എൻ്റെ മോളെ വശീകരിച്ചെടുത്തിരിക്കുകയല്ലേ, വശീകരിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, എൻ്റെ ഭർത്താവിൻ്റെ മോള് എൻ്റെ മോളും കൂടിയിട്ടാണ് അല്ലേ മോളെ. അതെ, ഇതെൻ്റെ അമ്മയാണ്, സ്വന്തം അമ്മ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയും അകത്തേക്ക് കയറി പോവാണ്. മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് രജനെ മാറ്റി നിർത്തിയിട്ട് ഇഷിത വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. ഇഷിതനെ കാണുമ്പോൾ തന്നെ ആദ്യമൊക്കെ ചെറിയൊരു തലവേദന പോലെ ആവാണ്. എന്താ മോനെ എന്തു പറ്റി എന്ന് രജന ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, വാ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആദ്യം രജനെ വീട്ടിലേക്ക് പോകുക കേട്ടോ. പിന്നീട് കാണിക്കണ ആകാശിനെ കൈലാസിനെ ഫോൺ വിളിച്ച് സംസാരിക്കുക കേട്ടോ. ഹലോ ഹലോ ആകാശ് സർ, പറ ആകാശ് സർ, നോക്കിയേ വിനോദിൻ്റെ വിവാഹമാണ് വരാൻ പോണത്. അവൻ ആ സുചിത്രയുടെ കഴുത്തി താലി കെട്ടാൻ പോവാ, അത് ഞാൻ കാരണം. അവൻ്റെ ഒരു വിവാഹം ഞാൻ മുടക്കിയതാണ്, പക്ഷെ അത് അവനെയാണ് ഗുണം ചെയ്തത്. ആ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൈലാസ് പറയണ്ട, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതെ, ഞാനിപ്പോൾ ജ്യോതിഷ പണ്ഡിതനും കൂടിയാണല്ലോ. ഈ വിനോദിൻ്റെയും അതുപോലെ തന്നെ സുചിത്രയുടെയും ജാതകങ്ങൾ നോക്കാൻ പോണ ഞാനാണ്. ഈ സുചിത്രയുടെ ഒരു ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ, ആ ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ എനിക്കറിയാം, അതിന് മിടുക്കുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവൾ രണ്ടുപേരുടെ ജാതകം നോക്കിയാൽ ഒരിക്കലും മാച്ച് ആവില്ല എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ആകാശിന് ഭയങ്കര സന്തോഷമാവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതയും മഹേഷും വഴക്കുണ്ടാക്കുക കേട്ടോ. ഇഷിത പറയണ്ട, അതെ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ആ വീഡിയോ എടുപ്പിച്ചത്, ഭാര്യനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ഭർത്താവിനെ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൊണ്ട് വഴക്കുണ്ടാക്കുക കേട്ടോ. അടിപിടി കൂടുവാണ്. അത് കണ്ട് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശേഷം കൈലാസ് പറയുന്നുണ്ട്, വിനോദിൻ്റെയും അതുപോലെ തന്നെ സുഹൃത്തുടെയും ജാതകപ്പൊരുത്തം നോക്കി, ഈ ജാതകം തമ്മിൽ വാഴില്ല. പുരുഷന് 6 മാസത്തിൽ കൂടുതൽ ജീവിതം ഉണ്ടാവില്ല, മരണം സംഭവിക്കും എന്നാണ് ജാതകത്തിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നവലി ദേഷ്യത്തിൽ തന്നെ 100ലേക്ക് പോകുക കേട്ടോ. ഈ വിവാഹം നടക്കില്ല, നടക്കാൻ സമ്മതിക്കില്ല, എൻ്റെ മോൻ 6 മാസത്തിൽ കൂടി ജീവിച്ചിരിക്കില്ല എന്നാണ് ജാതകത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.